ക്രിസ്മസ് എക്സാം പോർഷൻസ് ഏതൊക്കെയാണ്, ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും ഇപ്പോഴുള്ള ഈ ഒരു ഡൗട്ടാണിത്. അപ്പോൾ ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. വെൽക്കം ടു എജ്യൂപോഡ് ക്ലാസ് 8. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 8ാം ക്ലാസ്സിൽ ഓരോ സബ്ജക്റ്റിലും ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്നുള്ള കാര്യം പറയാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം 8ാം ക്ലാസ് പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ക്രിസ്മസ് എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ചോദിക്കാൻ അറിയാൻ ആഗ്രഹം ഉണ്ടാവും. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾക്ക് സ്കൂളിൽ ഇപ്പോൾ ഓരോ സബ്ജക്റ്റിലും ഏത് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായിട്ട്, നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. മൂന്നാമതായിട്ട്, നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് മാത്സ് നോക്കുകയാണെങ്കിൽ 5ാമത്തെ ചാപ്റ്റർ മുതൽ 10ാമത്തെ ചാപ്റ്റർ വരെ അല്ലേ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാൻ കേട്ടോ. മാത്സിൽ ചാപ്റ്റർ 5 മുതൽ ചാപ്റ്റർ 10 വരെ, 5ാമത്തെ പാഠം മുതൽ 10ാമത്തെ പാഠം വരെ, അതായത് സർക്കിൾസ്, വൃത്തങ്ങളുണ്ട്, റേഷ്യോ അംശബന്ധമുണ്ട്, ഇങ്ങനത്തെ പല ചാപ്റ്റേഴ്സ്, അതായത് 10ാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന ചോദ്യമാണ്, ഓണം എക്സാമിൻ്റെ പോർഷൻസ് ക്രിസ്മസ് എക്സാമിന് ചോദിക്കുമെന്നല്ലേ. ഞാൻ പറയുകയാണ്, ഓണം എക്സാമിൻ്റെ പോർഷൻസിൽ നിന്ന് 20 മുതൽ 30% മാർക്കിന് വരെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അപ്പം ഈ ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ പോരാ, ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് കൂടി നിങ്ങൾ പഠിക്കണം. കാരണം 20% മുതൽ 30% വരെ മാർക്കിന് എന്ത് ചോദിച്ചേക്കാം, ഓണം എക്സാം ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. അപ്പോൾ ഈ ചാപ്റ്റർ, അതായത് ഈ ഇപ്പോൾ മാത്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 5 മുതൽ 10ാമത്തെ ചാപ്റ്റർ വരെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്. പക്ഷേ ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് കൂടി ഒന്ന് നോക്കി വെക്കണം. ഇനി ബയോളജിയിലേക്ക് വരികയാണെങ്കിൽ, ബയോളജിയിൽ 9, 16, 17, അതായത് നിങ്ങളുടെ ബേസിക് സയൻസ് അഥവാ അടിസ്ഥാന ശാസ്ത്രമാണ് ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര്. അതിൽ കോശങ്ങളും കോശചാരങ്ങളും, അതായത് സെൽ ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ് ചാപ്റ്റർ, അതായത് ജീവന്റെ വൃക്ഷം, ട്രീ ഓഫ് ലൈഫ് എന്നുള്ള ചാപ്റ്റർ, അതുപോലെ വൈവിധ്യത്തിന്റെ സൗന്ദര്യം എന്നുള്ളത്. അപ്പം 9, 16, 17 നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഓർഡറാണ് ഞാൻ പറഞ്ഞത്. 9 ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ നമ്പർ 9, ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ നമ്പർ 16, ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ നമ്പർ 17. ഇത് 3 ബയോളജി നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് സെൽ ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ്, ട്രീ ഓഫ് ലൈഫ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിലെ ലോഹങ്ങളും അലോഹങ്ങളും, ആസിഡ്, ബേസ് ആൻഡ് സോൾട്ട്, അല്ലെ ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ, വാട്ടർ അഥവാ ജലം, ഈ 3 ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ നമ്പർ എത്രയാണ്, 6, 13, 14 എന്നീ ചാപ്റ്റേഴ്സ് ആണ് ടെക്സ്റ്റ് ബുക്കിലെ നമ്പർ കേട്ടോ. അടുത്ത ഫിസിക്സ് ആണ്. ഫിസിക്സിൽ പ്രഷർ അഥവാ മർദ്ദം, സ്ഥിതി വൈദ്യുതി അഥവാ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, ആൻഡ് കാന്തികതയും വൈദ്യുതിയും, മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി എന്നുള്ള ഈ 3 ചാപ്റ്റർ, അതായത് ടെക്സ്റ്റ് ബുക്കിലെ നമ്പർ എത്ര, 3, 10, 11 ഈ 3 ചാപ്റ്റേഴ്സുമാണ് എന്ത് ടെക്സ്റ്റ് ബുക്കിലെ നമ്പർ. അപ്പോൾ പ്രഷർ അഥവാ മർദ്ദമുണ്ട്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി സ്ഥിത വൈദ്യുതി ഉണ്ട്, അതേപോലെ തന്നെ കാന്തികതയും വൈദ്യുതിയും, മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്റർ, അതായത് 3, 10, 11. ഇനി സോഷ്യൽ സയൻസിലേക്ക് വരുമ്പോൾ 5, 6, 7, 8, 9, 10 ശ്രദ്ധിക്കണം. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് മുതൽ ഏകദേശം യൂറോപ്യൻ വേൾഡ് മാപ്പ്, ലോക ഭൂപടത്തിൽ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ 10ാമത്തെ ചാപ്റ്റർ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പം 5ാമത്തെ ചാപ്റ്റർ മുതൽ 10ാമത്തെ ചാപ്റ്റർ വരെ നിങ്ങൾക്ക് എന്തിന് പഠിക്കാനുണ്ട്, സോഷ്യൽ സയൻസിൽ പഠിക്കാനുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇത് മാത്രം പഠിച്ചാൽ മതി പോരട്ടോ, ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇനി ഇംഗ്ലീഷിലേക്ക് വരികയാണെങ്കിൽ യൂണിറ്റ് 2, യൂണിറ്റ് 3, യൂണിറ്റ് 4, യൂണിറ്റ് 2 ഈ ഒരു ചാപ്റ്ററും, യൂണിറ്റ് 3 ഈ 3 ചാപ്റ്റേഴ്സും, യൂണിറ്റ് 4 ഈ 3 ചാപ്റ്റേഴ്സും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ യൂണിറ്റ് 2 ആണ് പഠിക്കാനുള്ളത്, 2.1, 2.2, 2.3. അപ്പോൾ നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇതിൻ്റെ കൂടെ എന്ത് കൂടി പഠിക്കണം, ഓണം എക്സാമിൻ്റെ പോർഷൻസ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പിന്നെ ഹിന്ദി ഉണ്ട്. ഹിന്ദി 2.2, അതായത് 2ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠം, പിന്നെ 3.1, 3.2, 3.3, 4.1 ഇത്രയും ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് എന്തിന് പഠിക്കാനുള്ളത്, ഹിന്ദിയിൽ പഠിക്കാനുള്ളത്. ഇനി മലയാളം ഫസ്റ്റിലേക്ക് വരികയാണെങ്കിൽ യൂണിറ്റ് 2, യൂണിറ്റ് 3, യൂണിറ്റ് 4 ഇത്രയും യൂണിറ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, മലയാളം ഫസ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അറബിയിൽ വരികയാണെങ്കിൽ യൂണിറ്റ് 3 and 4 ആണ് അറബിയിലുള്ളത്. സംസ്കൃതത്തിലും യൂണിറ്റ് 3 and 4 ആണ്. ഉറുദുവിലും യൂണിറ്റ് 3 and 4 ആണ്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, ഓണം എക്സാമിന് ഓരോ സബ്ജക്റ്റും പഠിക്കാനുണ്ട്. ഇത് മാത്രം പോരെ, ഇതിൻ്റെ കൂടെ എന്തുണ്ട്, ഓണം എക്സാം അല്ല, ക്രിസ്മസ് എക്സാമിന് ഇത്രയും ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് നമ്മൾ ഓരോന്നായി ഡിസ്കസ് ചെയ്തു. ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുണ്ട്. ഇതിന് പുറമെ ഓണം എക്സാമിൻ്റെ പോർഷൻസിൽ നിന്ന് 20% മുതൽ 30% വരെ മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുക? ഇത് പഠിക്കാനായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ബാച്ചാണ് ഇത്, നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ച്. നവംബറോട് കൂടി നമ്മൾ എന്ത് ചെയ്യും, ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻ ഇറങ്ങിയിട്ടുണ്ട്. ആ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ക്ലാസ് ടോപ്പർ ആവാൻ ആഗ്രഹമുണ്ട്, ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റ് മാർക്ക് വാങ്ങി ടീച്ചേഴ്സിനെയും പാരൻസിനെയും അഭിനന്ദനം കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എജ്യൂപോഡിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നുള്ള. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ, ഒക്ടോബർ, നവംബറോട് കൂടി നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് നമ്മൾ തീർക്കും. ഫുൾ ചാപ്റ്ററിൻ്റെ ആക്സസ് ഉണ്ടാവും. ഡിസംബറിൽ നിങ്ങൾക്ക് റിവിഷനും മോഡൽ എക്സാമും നമ്മൾ നടത്തും. അതേപോലെ മൊത്തം സബ്ജക്റ്റിൻ്റെ
സിലബസ് നമ്മൾ എന്ത് ചെയ്യും ജനുവരി 30 കംപ്ലീറ്റ് ചെയ്യും. ഫെബ്രുവരി മാർച്ച് നിങ്ങൾക്ക് വീണ്ടും റിവിഷനും മോഡൽ എക്സാം ഉണ്ട്, ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നോട്ടുകളുണ്ട്, മെൻറ്ററിംഗ് ഉണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ബാച്ചിലൂടെയാണ്? പ്രീ ബൂസ്റ്റർ ബാച്ചിലൂടെയാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ സെറ്റോ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് സാറേ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക? അതിനുള്ള ഓപ്ഷൻ എന്താ? ഒന്നുകിൽ ഈ നമ്പറിൽ എന്ത് ചെയ്യുക, ഒന്ന് കോൺടാക്ട് ചെയ്യുക 9207998855. അതിനെക്കാട്ടും നല്ലത് കമൻറ്റ് ബോക്സ് നമ്മളൊരു ഗൂഗിൾ ഫോം പിന്നെ ഇത് വെച്ചിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ടീം എന്ത് ചെയ്യും വിളിക്കും, നിങ്ങളുടെ പേര് മൊബൈൽ നമ്പറും ക്ലാസ്സൊക്കെ അതിൽ ഫില്ല് ചെയ്യാൻ പറയാം. അപ്പോൾ താഴെ ഗൂഗിൾ ഫോം നിങ്ങൾ എന്ത് ചെയ്യും ഒന്ന് ഫില്ല് ചെയ്യുക. ഇനി ഇതും നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, ഞാൻ ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ 3 രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, പ്രീ ബൂസ്റ്റർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഒന്ന് എന്ത് ചെയ്യുക, നമ്മുടെ ഈ മൊബൈൽ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലുള്ള ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പ്രീ ബൂസ്റ്റർ ബാച്ച് ക്ലാസ് ചെയ്ത് മെസ്സേജ് അയച്ചോ, നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുണ്ട്. ഇതൊക്കെ നന്നായിട്ട് പഠിക്കണമെങ്കിൽ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ സെറ്റാകും. നിങ്ങൾ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ ഞാൻ ഉറപ്പ് തരുന്നു, ക്രിസ്മസ് എക്സാമിനും അതിനുശേഷം നടക്കാൻ പോകുന്ന ആനുവൽ എക്സാമിനും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മാർക്ക് തന്നെ നേടാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഉഷാറായി പഠിക്കുക, സൂപ്പറായി പഠിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോ. ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.